ഗോത്രവകുപ്പ് ബ്രാഹ്മണർ ഭരിക്കട്ടെ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഉന്നത കുലജാതർ ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ വന്നാൽ ആദിവാസി മേഖലയിൽ പുരോഗതിയുണ്ടാകും. ഗോത്രവിഭാഗങ്ങളുടെ കാര്യം ബ്രാഹ്മണനോ നായിഡുവോ നോക്കണമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഡൽഹി മയൂർ വിഹാറിലെ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം. ഉന്നത കുലജാതർ ഗോത്രവിഭാഗത്തിന്റെ ചുമതലയിലേക്ക് വരണം എന്നുള്ള വിവാദ പരാമർശം സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നു. ഗോത്രവകുപ്പ് ഭരിക്കേണ്ടത് ബ്രാഹ്മണരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദിവാസി മേഖലയിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഉന്നത കുലജാതർ ആദിവാസി വകുപ്പിന്റെ ചുമതലയിലേക്ക് വരണം എന്നതാണ് പരാമർശം. ബ്രാഹ്മണനോ നായിഡുവോ വേണം ഗോത്രവിഭാഗങ്ങളുടെ കാര്യം നോക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ ഉന്നത കുലജാതർ ഇത്തരം കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ ആദിവാസി വിഭാഗങ്ങളുടെ ഗോത്രവിഭാഗങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ചുമതലയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തുദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഉന്നത കുലജാതർ എന്നൊക്കെയുള്ള പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളതൊക്കെ എത്രത്തോളം ഗൗരവതരമാണ്? അനുജ, ഡൽഹിയിലെ മയൂർ വിഹാറിലെ BJP തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് ഇന്നലെ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ആദ്യം ഈ കേരളത്തിൽ പൊതുവെ കേരളത്തോടുള്ള അവഗണന സംബന്ധിച്ച കാര്യങ്ങളിൽ പരാമർശം നടത്തുകയുണ്ടായി. അതായത് നിലവിളിച്ചിട്ട് കാര്യമില്ല, തരുന്ന തുകകൾ ചിലവഴിക്കണമെന്നായിരുന്നു ഇക്കാര്യത്തിൽ നടത്തിയ പരാമർശം. അതിന് പിന്നാലെയാണ് ഈ ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി താൻ നേരത്തെ തന്നെ ശബ്ദം ഉയർത്തുന്നുണ്ട്. ഇതിന് മാറ്റങ്ങൾ വരണം. ആ മാറ്റങ്ങൾ വരണമെങ്കിൽ ഈ ഉന്നത കുലജാതർ ആദിവാസി വിഭാഗത്തിന്റെ വകുപ്പുകളുടെ ചുമതലയിലേക്ക് വരണം. നേരെ മറിച്ചും ഈ മുന്നോക്ക വിഭാഗങ്ങളുടെ വകുപ്പ് ചുമതലകളിലേക്ക് ആദിവാസി വിഭാഗവും ആ ചുമതലയിലേക്ക് വരണമെന്നും പറയുന്നു. ഇത്തരം മാറ്റങ്ങൾ ജനാധിപത്യ മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷേ അതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ മാറ്റങ്ങൾ വേണമെങ്കിൽ കൂടി നമ്മുടെ നാട്ടിന് ചില ചിട്ടാവട്ടങ്ങളുണ്ട്. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് ആ വകുപ്പ് ലഭിക്കൂ എന്നുകൂടിയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഉന്നത കുലജാതരായിട്ടുള്ളവർ ആദിവാസി വിഭാഗത്തിന്റെ ആ വകുപ്പ് ചുമതലകളിലേക്ക് എത്തണമെന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അനുജ, ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ ഇങ്ങനെ ഒരു പരാമർശത്തിലേക്ക് അദ്ദേഹം പോകാനുണ്ടായ കാര്യം എന്താണ്? അച്യുതൻ, ഇത്തരം പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മുൻപ് വന്നിട്ടുണ്ട്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ തനിക്ക് ബ്രാഹ്മണ സമുദായത്തിൽ ജനിക്കാൻ കഴിയണം, ഇതാണ് തന്റെ ആഗ്രഹം എന്നൊക്കെ മുൻപ് പറഞ്ഞിട്ടുള്ളയാളാണ്. ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം ഇങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? എന്തെങ്കിലും ഒരു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞതാണോ ഇത്? അനുജ, അതിന് തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്, തനിക്ക് ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് മാത്രമല്ല മറ്റു കാര്യങ്ങളിലേക്ക് കൂടി തനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഈ നിർമ്മലാ സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിനെ കുറിച്ച് പറഞ്ഞത്. അതിൽ കേരളത്തിന് മാത്രം ഒരു പ്രത്യേക സർക്യൂട്ട് ലഭിച്ചില്ല എന്ന് പറയുന്നു. സർക്യൂട്ട് ബജറ്റിലാണോ വകയിരുത്തേണ്ടത് എന്നായിരുന്നു സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്നാൽ പല മേഖലകളിലേക്ക്, അത് ടൂറിസം, അതുപോലെ തന്നെ ഈ ട്രൈബൽ പ്രതിരോധം, ഇങ്ങനെയുള്ള മേഖലകളിലേക്ക്, സുപ്രധാന മേഖലകളിലേക്കാണ് ബജറ്റിൽ വകയിരുത്തുന്നത്. അതിന്റെ ഭാഗമായി ടൂറിസം മേഖലയും ഇതിൽ പരിഗണിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ ആദിവാസി വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ വിഭാഗത്തിന്റെ ഒരു വിഭാഗത്തിന്റെ വികസനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായി താൻ 2019 മുതൽ ഈ കാര്യങ്ങളിലേക്ക് പങ്കാളികളാണ്. 2016 മുതൽ പ്രധാനമന്ത്രിയോട് താൻ ആവശ്യപ്പെടുന്നുണ്ട് തനിക്ക് അതിന്റെ ചുമതലകളെ നൽകണമെന്നുള്ളത്. തനിക്ക് ട്രൈബൽ മന്ത്രി ആകണമെന്ന് തുടരുക. ഇപ്പോൾ എന്താണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം. ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരൂ. അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ്, ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനം.
ആർ അച്യുതൻ തുടരുന്നുണ്ട്. അച്യുതൻ, ഗോത്രവിഭാഗങ്ങളുടെ കാര്യം ബ്രാഹ്മണനോ നായിഡുവോ നോക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ അദ്ദേഹം തിരിച്ചും പറയുന്നുണ്ട്, മറ്റ് വിഭാഗങ്ങളുടെ കാര്യം നോക്കാൻ ഒരു ട്രൈബൽ മന്ത്രി വരണം എന്നുകൂടി. അതെ, തീർച്ചയായിട്ടും അനുജ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ആ പരിവർത്തനം ആണ് കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി നടത്തിയത്. അതായത് ആദിവാസി വിഭാഗത്തിന്റെ ആ ഒരു ചുമതലയിലേക്ക് ഈ പറഞ്ഞ ഉന്നത കുലജാതർ വരട്ടെ, അവരുടെ ഉന്നമനം അതിലൂടെ നടക്കും. നേരെ തിരിച്ച് ഈ പറഞ്ഞതുപോലുള്ള മുന്നോക്ക വിഭാഗത്തിന്റെ ചുമതലകളിലേക്ക്, അവരുടെ വകുപ്പ് ചുമതലകളിലേക്ക് ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒരാൾ വരട്ടെ. ഇത്തരം പരിവർത്തനം വേണം. പക്ഷെ നാട്ടിലൊരു ചിട്ടാവട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗോത്ര വിഭാഗത്തിന്റെ ചുമതലയിലേക്ക് ആ വിഭാഗത്തിൽ നിന്നുള്ളയാൾ എന്ന രീതിയിലാണ് തുടർന്ന് പോകുന്നത്. ഇതിലൊക്കെ ഒരു മാറ്റം വരണം എന്നാണ് സുരേഷ് ഗോപി ഈ BJPയുടെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ. ഒപ്പം തന്നെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ഇതുവരെ ഉയർന്ന കാര്യങ്ങളിലും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അതിൽ കേരളം ഈ നിലവിളിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഈ നൽകുന്ന തുക അത് ചെലവഴിക്കുകയാണ് വേണ്ടത്. മറിച്ച് നടക്കുന്ന പ്രചാരണങ്ങളെല്ലാം അത് ഈ നുണപ്രചാരണങ്ങളാണ് എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. ഈ പരിപാടിക്ക് ശേഷം പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ ബജറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കാലാകാലങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് കേന്ദ്രം ഇതുവരെ ഒരു തീരുമാനമെടുക്കാത്തെന്ന ചോദ്യത്തിനോട് അദ്ദേഹം പറഞ്ഞത്, ആ രീതിയിൽ നിങ്ങൾ പ്രചരിപ്പിച്ചോളൂ എന്നായിരുന്നു മറുപടി. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നടത്തിയ പ്രസ്താവന, അതിനോടുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടിയായി പറഞ്ഞത്, മറ്റുള്ളവരുടെ കാര്യം അതെനിക്ക് അറിയേണ്ടതില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എന്തായാലും ഈ BJPയുടെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു ഈ രണ്ട് പ്രസ്താവനകളും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത്. അനുജ, വിവാദ പരാമർശമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഗോത്രവകുപ്പ് ബ്രാഹ്മണർ ഭരിക്കട്ടെ എന്നാണ് അത് പറയുന്നത്. അത്തരത്തിലേക്കുള്ള ജനാധിപത്യ മാറ്റങ്ങൾ ഭരണത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. തന്റെ ആഗ്രഹമായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരം വകുപ്പിന്റെ ചുമതല തനിക്ക് ലഭിക്കണമെന്നുള്ളത്. സിവിൽ ഏവിയേഷൻ വേണ്ട എന്ന് താൻ മോദിയോട് പറഞ്ഞതാണ്. ഇപ്പോഴും താൻ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ എന്ന് അദ്ദേഹം പറയുകയാണ്. ഒപ്പം തന്നെ മറ്റ് വകുപ്പുകളുടെ ചുമതല ട്രൈബൽ മന്ത്രിമാർക്ക് നൽകണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഉന്നത കുലജാതർ ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ വന്നാലേ ആദിവാസി മേഖലയിൽ പുരോഗതി ഉണ്ടാകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബ്രാഹ്മണനോ നായിഡുവോ ആകണം, അതുകൊണ്ട് തന്നെ ഗോത്ര വിഭാഗങ്ങളുടെ കാര്യം നോക്കേണ്ടത് എന്നതാണ് BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സുരേഷ് ഗോപി ഇന്ന് വിവാദ പരാമർശമായി നടത്തിയിട്ടുള്ളത്. പലതവണ തന്റെ ആഗ്രഹം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും തനിക്ക് ആ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. താൻ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാണ്. ആദിവാസി മന്ത്രിയാകണം എന്നുള്ളത് തന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ആദിവാസി വിഭാഗത്തിന് പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഒരു ബ്രാഹ്മണനോ നായിഡുവോ ആ ചുമതല നിർവഹിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആർ അച്യുതൻ തുടരുന്നുണ്ട്. അച്യുതൻ, നിലവിൽ ഈ ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഈ മേഖലയിൽ നിന്നൊക്കെ ഉള്ളവർ തന്നെ ആയതുകൊണ്ട് എന്തെങ്കിലും വലിയ പ്രശ്നം അതുകൊണ്ടുണ്ട് എന്ന തരത്തിലേക്ക് നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കണമോ? എന്താണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ? തീർച്ചയായിട്ടും അനുജ, ആ ഒരു അർത്ഥമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കാണുന്നത്. അതായത് ആ ഉന്നമനം ഉണ്ടായിട്ടില്ല.